ഇപ്പോൾ സുജു ടി ബാബു ആണ് ചേരുന്നത്. ആദ്യം നമ്മൾക്കൊപ്പം ചേരുന്ന അവിടെ സനൂജുമുണ്ട്. സുജു ഇപ്പോൾ സോപാനത്തിനടുത്താണ് ഉള്ളത്. സുജു, ഇന്ന് വൈകിട്ടാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന. അതിനുശേഷം മകരജ്യോതി ദർശിക്കാനാണ് ഇപ്പോൾ പതിനായിരക്കണക്കിന് ഭക്തരിങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം, ഭക്തിസാന്ദ്രമായ ശബരിമല സുജു നേരിട്ട് അനുഭവിക്കുന്നത്, മനസ്സിലാക്കുന്നത്, കാണുന്നത് പ്രേക്ഷകരുമായി കൂടി പങ്കുവെക്കൂ. തീർച്ചയായിട്ടും ശരത്തെ, വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് ശബരിമല സന്നിധാനം കടന്നു പോകുന്നത്. ഇന്ന് രാവിലെയും തീർത്ഥാടകർ, അവർക്ക് അനുവദിക്കപ്പെട്ട എണ്ണം വളരെ കുറവാണെങ്കിൽ പോലും അത്രയും തീർത്ഥാടകർ വലിയൊരു തിരക്ക് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സന്നിധാനത്തിലേക്ക് എത്തുമ്പോൾ സോപാനത്തിന് ചുറ്റും അല്ലെങ്കിൽ ശ്രീകോവിലുമെല്ലാം അലങ്കരിച്ചിരിക്കുന്ന വളരെ മനോഹരമായ അലങ്കരിച്ചിരിക്കുകയാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് പ്ലാസ്റ്റിക് നിരോധന മേഖലയായതുകൊണ്ട് തന്നെ ഓലയും പൂക്കളും ഉപയോഗിച്ചുകൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. നമുക്കൊരു സംശയം തോന്നും, ഇത്ര മനോഹരമായി ഓലയും പൂക്കളും വെച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ അലങ്കരിക്കാൻ സാധിക്കുമോ എന്ന ഒരു സംശയം തോന്നിക്കും. കാരണം അത്രമാത്രം മനോഹരമായ ഒരു വർക്കാണ് ഇവർ ശബരിമല സന്നിധാനത്തെ സോപാനത്തിലെല്ലാം ചുറ്റും ചെയ്തിട്ടുള്ളത്. അത് അത്തരത്തിലൊരു മനോഹരമായ ദൃശ്യവും നമുക്ക് ഇത്തവണ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ പങ്കുവെക്കാൻ സാധിക്കും. തീർത്ഥാടകരൊക്കെ ധാരാളമായി എത്തുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 6:30-ക്കാണ് തീർത്ഥാടക ലക്ഷങ്ങൾ കാത്തിരുന്ന മകരവിളക്ക് അല്ലെങ്കിൽ മകരജ്യോതി ദർശിക്കാനുള്ള അവസരം ഒരുങ്ങുക. നമുക്കറിയാം, 2 ദിവസങ്ങൾക്ക് മുമ്പ് പന്തളത്ത് വലിയകോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് 5:30-ക്കാണ് ശരംകുത്തിലെത്തുക. അവിടെ വെച്ച് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിൻ്റെ നേതൃത്വത്തിൽ ഈ തിരുവാഭരണ ഘോഷയാത്രയെ ആചാരപൂർവ്വം സ്വീകരിക്കും. അതിനുശേഷം 18-ാം പടിക്ക് മുകളിൽ വെച്ച് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനും അതുപോലെ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ സ്വീകരണം നൽകും. അതിനുശേഷം ശ്രീകോവിലേക്ക് ഈ തിരുവാഭരണ പേടകങ്ങൾ, 3 പേടകങ്ങളുണ്ട്. അത് ആനയിക്കുന്നത് അല്ലെങ്കിൽ അത് കൊണ്ടുപോകുന്നത് ക്ഷേത്ര തന്ത്രിയും അതുപോലെ മേൽശാന്തിയും ഇരുവരും ചേർന്നുകൊണ്ടാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഈ തിരുവാഭരണ ഘോഷയാത്രയും അതുപോലെ അതിനുശേഷമാണ് അയ്യപ്പൻ മകര സംക്രമ സന്ധിയിൽ എന്നാണ് വാക്ക് ഉപയോഗിക്കാറുള്ള സന്ധിയിൽ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. ഇതേ സമയത്താണ് 6:30-ക്ക് തന്നെയാണ് മകരജ്യോതി